സാറിന്റെ വിരലിൽ കിടക്കുന്ന മോതിരത്തില് ആരുടെ പേരാ സാർ എഴുതിയിരിക്കുന്നേ? അനു എന്ന് എഴുതിയിരിക്കുന്നത്. അനു? അതാരാ? അത് അനസൂയ. അനസൂയ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നതാ. ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ അമ്മാവന്റെ മോളുടെ കാര്യം? ഐശ്വര്യ, എന്തു പറ്റി? താൻ എന്തിനാ പെട്ടെന്ന് ഡെസ്പായത്? താൻ കാര്യം പറയടോ. എല്ലാ പെൺകുട്ടികളെയും പോലെ തന്നെയാ സാർ ഞാനും. സ്നേഹിക്കുന്ന ആളോട് കുറച്ച് പൊസസീവ്നെസ് ഒക്കെ എനിക്കുണ്ട്. അതാണോ കാര്യം? താനേ മൂഡ് ഓഫ് ആണ്ട. ഇപ്പൊ തന്നെ നമുക്കതിന് പരിഹാരം കാണാം. താൻ കഴിഞ്ഞിട്ടേ എനിക്ക് ആരും ഉള്ളൂ. ആരും. ഹാപ്പി? അപ്പോ നമുക്ക് നീ എന്താ ഈ സമയത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത്? വെറുതെ വന്ന് നിന്നതാ. മോളെ, നീ ഓക്കെ ആണോ? ഞാൻ വേറൊന്നും കൊണ്ട് ചോദിച്ചല്ല. നിനക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതെന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. മോള് പറയണമെന്നുമില്ല. അതിന് എന്തായാലും ഞാനും മഹിയൊക്കെ മോളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പ് ഞാൻ തരാം. എന്ത് സഹായത്തിനും ഞങ്ങളുണ്ട് നിന്റെ കൂടെ. സാറിന്റെ വാക്കിനപ്പുറം ഒരു സഹായവും വേണ്ട സർ. എന്റെ പ്രായത്തിൽ ഒരു പെൺകുട്ടി അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് വിധി എന്ന രണ്ടക്ഷരത്തിൽ കൂട്ടിക്കെട്ടാനാ എനിക്കിഷ്ടം. എന്റെ പ്രശ്നങ്ങളെല്ലാം എന്റെ സ്വകാര്യതയാ. എങ്കിലും എന്നെങ്കിലും അതൊക്കെ ഞാൻ സാറിനോട് പറയാം. അതൊക്കെ മോളുടെ ഇഷ്ടം. എന്തായാലും ഇവിടെ താമസിക്കുന്ന അത്രയും കാലം നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. എത്ര കാലം വേണോ നിങ്ങൾക്ക് ഇവിടെ നിൽക്കുകയും ചെയ്യാം. എന്തും വരുന്നിടത്ത് വെച്ച് കാണാം മോളെ. നീ ധൈര്യമായിട്ടിരിക്കും. ഞാൻ പറയുന്നത് നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്നാ. മക്കൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന്. ഓഫീസ് വെച്ച് മറന്നുപോലും വെറുതെ അവനത് എവിടെയോ കൊണ്ട് കളഞ്ഞു. അനസൂയ അർജുനൊരു മോതിരം കൊടുത്തതും അവനത് വാങ്ങിയതും ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. നീ ഒന്നും അറിയുന്നില്ല. അറിയാവുന്നൊക്കെ നീ ഇപ്പൊ മറന്നും പോയി. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതിരിക്കുന്ന എല്ലാവർക്കും നല്ലത്. ഒരു മോതിരത്തിന് വേണ്ടി ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. അതെ, വെറൊരു മോതിരം മാത്രമല്ല, എന്റെ മോളുടെ മനസ്സും കൂടിയ. അതാ അവൻ വലിച്ചെറിഞ്ഞത്. അവൾക്ക് അവൻ എന്തുമാത്രം ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ എനിക്ക് ഇത്രയും തരണം. ഞാൻ പറഞ്ഞില്ലേ ഭദ്രേട്ട, ഈ മോതിരത്തിന്റെയൊക്കെ കാര്യം ഞാൻ ഇപ്പോഴാ അറിയുന്നത്. ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ. എന്നിട്ട് ഇതിനൊക്കെ ഞാൻ മറുപടി പറയാം. രക്ഷപ്പെട്ടെന്ന് ഉറപ്പ് പറയാനും വയ്യ. ഞാൻ ഇവിടുത്തെ കാറിലെ കയറി വന്നേന്ന് നരേന്ദ്രൻ കണ്ടുവെന്ന് സംശയമുണ്ട്. കണ്ട് കാണില്ല എങ്കിൽ ഇതിനോടകം തന്നെ അയാൾ ഇവിടെ എത്തിക്കാണും. ഏത് നിമിഷവും പിടിക്കപ്പെടുന്ന അവസ്ഥയിലായിപ്പോ. അങ്ങനെ പിടിക്കപ്പെട്ട നമ്മളെ സ്നേഹിക്കുന്ന ചിലരെങ്കിലും ഈ വീട്ടിലുണ്ട്. രമ മാഡത്തിന് മുമ്പിൽ അവര് കുറ്റക്കാരാവും. നമ്മുടെ പ്രശ്നങ്ങള് മറ്റൊരാളുടേത് കൂടി ആവണ്ട. എവിടേക്കെങ്കിലും പോവാം. എങ്ങോട്ടെന്നില്ലാതെ രായ്ക്ക് രാമാനെ നമ്മൾ ഇറങ്ങി തിരിച്ചപ്പോ രക്ഷകനെ പോലെ ഇവിടുത്തെ ഡ്രൈവർ മഹി വന്നില്ലേ? ഇന്നും
അതേപോലെ സാറും മഹിയും രക്ഷയ്ക്കെത്തി. എപ്പോഴും അതുണ്ടാവില്ലല്ലോ. എന്തായാലും നമ്മൾ ഒരു ദിവസം പിടിക്കപ്പെടും. അതിപ്പോ വേണ്ട. ചെയ്യാത്ത കുറ്റത്തിനാ നമ്മളിപ്പോ പേടിച്ച് ജീവിക്കുന്നത്. തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും കൊലപാതകം എന്തിനായിരുന്നുവെന്നും ആരാണ് അതിന് പിന്നിലെന്നും കണ്ടുപിടിച്ചാലേ നമ്മുടെ ഈ പേടി മാറ്റാനാവും. അത് കണ്ടുപിടിക്കും ഞാൻ. എനിക്കറിയണം സത്യം. എന്റെ കുടുംബത്തെ തകർത്തത് ആരായാലും അവരോടുള്ള പ്രതികാരം എന്റേതാ, എന്റേത് മാത്രം. ഞാൻ കുറച്ചുകൂടെ മുന്നിലേക്ക് ചെന്നപ്പോ അവിടുത്തെ കാറ് മുന്നേ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അതില് ജയേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മഹി കടയിൽ എന്തോ പോയെന്നാ പറഞ്ഞത്. ഇനി അവരെങ്ങാണ് അവളെ സഹായിച്ചു കാണും. അല്ല, മഹിക്ക് സഹായിക്കാനുള്ള മനസ്സ് കൂടുതലാണല്ലോ. അവരോട് ആരോടെങ്കിലും ചോദിച്ചാ ഞാനിപ്പൊ പറഞ്ഞതാണ് നടന്നെങ്കിൽ അവളെ എവിടെ ഇറക്കി വിട്ടേന്നറിയാം. പിന്നെ കാര്യങ്ങൾ എളുപ്പമാവും. ചേച്ചി അവരോടൊന്ന് ചോദിച്ചു നോക്കണം. ഞാൻ ചേച്ചിയെ വിളിക്കാം. ഛേ